ഒരു ഗംഭീര സംഖ്യ ഭീഷണി വന്നിട്ടുണ്ട്. സംഖ്യ ഭീഷണി ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ആള് നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. ഇനി ആരെയാ ഭീഷണിപ്പെടുത്തുന്നത്? ഭീഷണിപ്പെട്ടു എന്ന് പറയപ്പെടാവുന്ന ആളെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ജസ്ന സലീം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇവരെ മനസ്സിലാക്കുന്നത് മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അവര് ഹിന്ദു ദൈവമായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഫോട്ടോകൾ വരയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഹിന്ദുവായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ഫോട്ടോ വരയ്ക്കുമ്പോൾ അതിന് വേറൊരു മാനമുണ്ട്, വേറൊരു ചർച്ചാ തലമുണ്ട്. സോക്കോൾഡ് എന്താ പറയുക, ഹിന്ദുക്കള്, തീവ്ര ഹിന്ദുക്കളൊക്കെ എന്ത് ചെയ്യും? ഒരു മുസ്ലിം അതാ ഹിന്ദുവിന്റെ പടം വരയ്ക്കുന്നു, നമ്മളെത്ര ഭാഗ്യവാന്മാർ, ഹിന്ദു എത്ര നല്ലവരാണ്, ഹിന്ദുക്കളൊക്കെ മുസ്ലിങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ചിന്തയുടെയും മറ്റും ഭാഗമായിട്ട് ആ ചിത്രം വാങ്ങിക്കും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കടക്കം ഈ ആയ്മ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവരെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ ഫോട്ടോകളൊക്കെ, അങ്ങനെ കൊടുക്കുന്ന ഫോട്ടോകളൊക്കെ അവിടെ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ഈ സംഭാഷണത്തിനിടയ്ക്ക് ഞാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ FP എവിടെയെന്ന് നോക്കേണ്ടി വരും. എന്തൊക്കെയായാലും പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്ന സലീം ഈ അടുത്ത കാലത്ത് ഈ സംഗതിയൊക്കെ വിട്ടു. എന്ത് സംഗതി? ജസ്ന സലീം പറഞ്ഞു, ഞാൻ ഇനി ആരെയും ഈ മുസ്ലിം മതത്തെ ഒന്നും സ്നേഹിക്കുന്നില്ല, ഞാൻ ഈ തട്ടമിടുന്നില്ല, സംഗതികളൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ് എന്ന രീതിയിലൊക്കെയാണ് ഇവര് സംസാരിച്ചു വന്നേ. ഞാൻ ഇപ്പോൾ കുറച്ചേരത്തെ പറഞ്ഞ ആ സംഗതിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ വരച്ച ചിത്രം കൈമാറുന്ന ജസ്ന സലീം. അപ്പോൾ ഇങ്ങനെ തട്ടമിട്ട പെൺകുട്ടി ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നു, അത് വിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള ചർച്ചയാവും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇവരെ വിൽപ്പനയുടെ തന്ത്രവും. ഇവരെ വിൽപ്പന തന്ത്രവും അത് തന്നെയാണ്. മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടി ഒരു ഹിന്ദു ദൈവത്തെ വരയ്ക്കുന്നു, വിൽക്കുന്നു. അത് അവരുടെ സ്വാഭാവികമായിട്ടും അവര് അതുകൊണ്ട് വിറ്റ് ജീവിക്കുന്നുണ്ട്. ഒരു വീടൊക്കെ അടുത്ത കാലത്ത് ഇത് വിറ്റിട്ടാണ് വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പരിപാടികളൊക്കെ ഒഴിവാക്കുന്നു, ഞാൻ ഈ മുസ്ലിം മതത്തിന്റെ തട്ടമിടുക എന്ന് പറഞ്ഞ പരിപാടി, പള്ളി പോവുക എന്ന് പറഞ്ഞ പരിപാടി, പ്രാർത്ഥിക്കുക നിസ്കരിക്കുക എന്ന പരിപാടി ഞാൻ ഫോളോ ചെയ്യുന്നില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുന്നൊക്കെ അവർ സംസാരിച്ചു. അതൊക്കെ അവരിഷ്ടം. ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിന്ദു ദൈവത്തോടാണ്, അല്ലെങ്കിൽ ഹിന്ദു രീതികളോടാണ്. അങ്ങനെയാണെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞാണ്, നിങ്ങളിപ്പോൾ 2 തോണിയിൽ കാലിടാതെ ഒരു ആവശ്യമില്ലാത്തൊരു ചർച്ചയോ ആവശ്യമില്ലാത്തൊരു സ്പർദ്ധയോ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ 2 തോണിയിൽ കാലിടാതെ നിങ്ങളൊരു കാര്യം ചെയ്യുക. അത്രയേറെ നിങ്ങൾക്ക് ഹിന്ദു രീതികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇസ്ലാം മതം വെടിയുക. ഇന്ത്യൻ മഹാരാജ്യത്ത് അങ്ങനെയൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് അങ്ങോട്ട് ചേരാം, എന്നിട്ട് ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുക. അപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ വിൽപ്പന കുറയും. കാരണം ഹിന്ദു മതത്തിലേക്ക് ചേർന്നല്ലോ, ഇനിയിപ്പോ അവർ ചിത്രത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇത് എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമായി നിൽക്കുന്നു. മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഹിന്ദു ദൈവത്തിന്റെ പടം വരയ്ക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഇതില്ലേ, അതങ്ങനെ നിൽക്കണം. അതങ്ങനെ എരിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് ഇവരെ ബിസിനസ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. ഇനി എന്റെ തോന്നലാണെങ്കിൽ ആളുകൾക്കൊന്ന് മറുപടി പറയാം. ഇപ്പോഴെന്തായാലും ഇപ്പോഴത്തെ കൃഷ്ണരാജ് അടക്കമുള്ള ആളുകൾ അസല തീവ്രവാദ വർത്തമാനം പറയുന്ന ഒരാളെ അവരിതാ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: വെല്ലുവിളി. ജസ്ന സലീം എന്ന മുസ്ലിം ജിഹാദി സ്ത്രീ കുറെ നാളായി ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറി വീഡിയോ ഷൂട്ട് നടത്തി രാജ്യത്തെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ആചാര ലംഘനം നടത്തി ഹിന്ദു സമാജത്തെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിക്കുന്നു. കണ്ടില്ലേ? ഇവരെ ഏർപ്പാടുകളൊക്കെ ഒരു ആവശ്യവുമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഗുരുവായൂരായിരുന്നു ഈ സ്ത്രീയുടെ വിളനിലം. ഞാൻ കേസ് കൊടുത്ത് കോടതി ക്ഷേത്ര പരിസരത്ത് കയറിയുള്ള അഭ്യാസങ്ങൾ വിലക്കിയപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിൽ കയറിയായി ഇവളുടെ വിളയാട്ടം. ഇന്നിപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കയറി തിരുനടയുടെ തൊട്ടു മുമ്പിലുള്ള ദീപസ്തംഭത്തിന് മുമ്പിൽ വെച്ച് വീഡിയോ ഷൂട്ട് നടത്താനുള്ള ധൈര്യം ഈ ജിഹാദിക്ക് ഉണ്ടായി. ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ജിഹാദി ആക്രമണ ഭീഷണി നേരിടുന്ന സമയത്താണ് ഈ ജിഹാദി ക്ഷേത്രങ്ങൾക്ക് ഉള്ളിൽ കടന്ന് ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത്. ഈ തന്തയില്ലായ്മ നിർത്തിച്ചേ പറ്റൂ. കണ്ട അഭിസാരികൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല ഹിന്ദു ക്ഷേത്രങ്ങൾ. ഈ അഭ്യാസം നിയമപരമായി നിർത്തിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. എന്തായാലും അധികം വൈകാതെ ഇവൾ സ്വാഭിമാന ഹൈന്ദവ വിശ്വാസികളെ കയ്യിന്റെ ചൂട് നല്ലതുപോലെ അറിയാൻ സാധ്യതയുണ്ട്.
ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറി ഇത്തരം തെമ്മാടിത്തരങ്ങൾ തുടർന്നാൽ ക്ഷേത്രങ്ങളിൽ കയറി അഴിഞ്ഞാടിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഹിന്ദു സമാജത്തിലെ ചുണക്കുട്ടികൾ ഇവള് വീട്ടിൽ കയറി അറിയിക്കുന്ന ചടങ്ങ് വേണ്ടി വന്നേക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതൊരു കലാപ ആഹ്വാനമാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയിട്ട് സോക്കോള് തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, ഇയാളെ വർത്താനം കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ച ആളുകൾ ഈ പെൺകുട്ടിയെ കയറി ആക്രമിക്കണം എന്നാണ് ഈ കൃഷ്ണരാജ് പറയുന്നത്. ഈ ജസ്ന സലീമിനെ കയറി ആക്രമിക്കണം. നോക്കൂ, കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടു എന്നിട്ട് ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ അവര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇതൊരു രീതിയാണെന്നേ, ഒരു രക്ഷയില്ല. ഇവര് കൊടുങ്ങല്ലൂർ അമ്മനെ കണ്ടു, ആരെ കണ്ടാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഹിന്ദു ദൈവ രീതികളൊക്കെ അവർക്ക് അവരേതായിട്ടുള്ള രീതികളും മറ്റൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇവര് കൊടുങ്ങല്ലൂർ അമ്മനെ അവിടെ പോയി കണ്ടു, ഇവിടെ പോയി കണ്ടു എന്നിട്ട് ഓരോരോ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇവർക്ക് അറിയാം, ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഒന്നിനെയും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അത് വലിയ വിഷയം ഉണ്ടാക്കുന്നതാണ്. വലിയ വലിയ വിഷയങ്ങളാണ് അത് ഉണ്ടാക്കുക. നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ, കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുസ്ലിം പള്ളിക്ക് കയറുന്ന ഹിന്ദുക്കളുണ്ട്, ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന മുസ്ലിങ്ങളുണ്ട്. അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ മറ്റും ഭാഗമായിട്ടാണ്. ഇത് തന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഇത്തരം കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. എന്തൊക്കെയായാലും ഇതൊരു കോപ്രായത്തരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയേറെ അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ ഇന്ന് അങ്ങോട്ട് പോയിക്കൂടെ എന്നൊക്കെ ഞാനൊക്കെ ചിന്തിക്കുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതി വെക്കാനുള്ള സ്പേസ് കൂടി ഇവിടെയുണ്ട്. ജനാധിപത്യ രാജ്യമാണല്ലോ. സുഹൃത്തുക്കളെ, ബൈ.